ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റൂം കിടക്കുന്ന ഒരവസ്ഥയാണ് കേട്ടത്. ഇത് നമ്മൾ വേണമെന്ന് ചെയ്തതല്ല. പിള്ളേർ കളിച്ചിട്ട് നമ്മളിപ്പോൾ ഇന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങൾ വാരി വലിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. പിള്ളേരുടെ വകത ഒരുത്തി വാരി വലിച്ചിട്ടതുണ്ട്. അല്ലാതെ നമ്മൾ ഇന്ന് പുറത്തൊക്കെ പോയേക്കാൻ നമ്മളൊന്നും ബെഡൊന്നും കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ മെസ്സായിട്ട് കിടക്കുകയാണ് കേട്ടോ റൂം മൊത്തം. അപ്പോൾ ഇവിടെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റൂം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. ഷെൽഫിൻ്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ അതൊരു ക്വിക്കായിട്ടുള്ളൊരു റൂം ക്ലീനിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ റൂം എപ്പോഴും വൃത്തിയായിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവട്ടെ. എനിക്കും ഇഷ്ടമാണ്. പക്ഷേ പിള്ളേരുള്ള സ്ഥലത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. എന്നാലും കിട്ടുന്ന സമയത്ത് ഒന്ന് ഒതുക്കി വെക്കും കേട്ടോ ഞാൻ. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിൽ തന്നെ ആദ്യം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം അതിന്മേൽ ഇഷ്ടം പോലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വൃത്തികേടായി കിടക്കാൻ കാരണം വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ സാറ്റർഡേ സൺഡേ ആയിരുന്നു. അപ്പോൾ പുറത്ത് പോയിരുന്നു. ഇപ്പോൾ 2 പിള്ളേരുള്ള കാരണം ഇവരെ ഒരുക്കി അതിൻ്റെ തത്രപ്പാടിൽ പോയപ്പോൾ നമ്മൾ വൃത്തിയാക്കണമൊന്നും പറ്റിയില്ല. പിന്നെ തിരിച്ച് വന്നപ്പോൾ അതിൻ്റെ കോലാഹലങ്ങളുണ്ടായിട്ട് അതൊരു കുട്ടി ഇവിടെ ഫുള്ള് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവളുടെ ടോയ്സ് അതുപോലെ എൻ്റെ ക്ലിപ്പ് കണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം ഒന്ന് വൃത്തിയാക്കി പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക രാത്രിയാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് കുറച്ചൊരു സാവകാശം കിട്ടുക. അതായത് രാവിലെ ആകുമ്പോൾ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണം രാത്രിയാണ് മെയിനായിട്ട് റൂം ഞാൻ ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ധ്രുക്കുട്ടി അതിൻ്റെ ഇടയിൽ സ്വിച്ചിലൊക്കെ ഭയങ്കര കളിക്കുന്നുണ്ട്. ഞാൻ കുറേ ചീത്ത പറയുന്നുണ്ട്. നമ്മൾ സ്വിച്ചിൽ കളിക്കാതിരിക്കാൻ സെല്ലോ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വലിച്ചുകൊല്ലാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യാത്ത സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടിക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ കുറച്ച് കുറുമ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കുറുമ്പത്തിയായിട്ട് വരുന്നുണ്ട്. ആരെങ്കിലും കുറുമ്പുണ്ട്. ഇവിടെ വന്നപ്പോൾ കുറച്ച് എക്സ്ട്രാ കുറുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെ നടന്ന് കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കട്ടിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തലോണകളൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പുതപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ സൂട്ട് കേസുമൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് സൂട്ട് കേസ്. ഇവിടെ ഞാൻ പറഞ്ഞ ഷെൽഫും കാര്യങ്ങളൊന്നും നമുക്ക് സെപ്പറേറ്റ് ഷെൽഫുണ്ട്. അതിൽ കുറച്ചൊക്കെ തുണി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ഉപയോഗിക്കാത്തതൊക്കെ ഞാൻ ആ സൂട്ട് കേസിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടി ഇവിടെ കളിച്ചിട്ട് കുറേ തുണികളൊക്കെ വലിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ഹാങ് ചെയ്തു. നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്ത ഡ്രസ്സുകളാണ്. അപ്പോൾ അതൊന്ന് ഹാങ് ചെയ്ത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാമല്ലോ. പിറ്റേ ദിവസം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഹാങ് ചെയ്തതാണ്. പിന്നെ സെല്ലോ ടേപ്പും കാര്യങ്ങളൊക്കെ വലിച്ചൂരി തന്നെ കാലും മുട്ടിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇട്ട ഡ്രസ്സുകളുണ്ടായിരുന്നു. അത് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പിന്നെ കൊതപ്പായ എല്ലാം വലിച്ചു വാരിയിട്ട് കടയുടെ ഇടയിൽ അതിൽ കയറുകയാണ്. ഞാൻ അവളെ കുറേ ചീത്ത പറയുന്നുണ്ട്. കാരണം അതിൽ കയറി ഒരു വട്ടം വീണതാണ്. ഇപ്പോൾ രണ്ടാമത് പിന്നെയും കയറി. കാരണം ഈ പിള്ളേർക്കൊക്കെ ഒന്നും നമ്മളത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെയും വീണാലും എന്നെ പഠിക്കുള്ളൂ. എന്താ ചെയ്യുക. പിന്നെയും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ തിരക്ക് പിടിച്ചിട്ട് ഇത് ചെയ്യേണ്ട ഇടയിൽ ഇവളിങ്ങനെ വന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല ദേഷ്യം വരും. ഞാൻ കുറച്ച് ചീത്തയും പറയുന്നുണ്ട്. പക്ഷേ അവൾക്കതൊരു കൂസലൊന്നുമില്ല കേട്ടോ. അപ്പോൾ പുതിയ സ്നഗ്ഗി വന്നതും സാധനങ്ങളൊക്കെ എന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഒന്നും എടുത്ത് വെക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ബാഗുകൾ ഇപ്പോൾ ചേച്ചി ഓഫീസിൽ പോയി യൂസ് ചെയ്യുന്ന കുറച്ച് ബാഗുകളും കാര്യങ്ങളൊക്കെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അത്യാവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാരി ഇത് അമ്മ ഒരു വട്ടം കൂടി യൂസ് ചെയ്തതാണ്. അപ്പോൾ ഞാനിതും ഒന്ന് മാറ്റി വെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഭയങ്കര തണുത്ത കാലാവസ്ഥയാണ്. അപ്പോൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ പഴയ സ്നഗ്ഗിയുടെ കവറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തിരിച്ച് കൊണ്ടിടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ധ്രുക്കുട്ടി യോഗ മാറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അത് വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ അതൊരു ലിഫ്റ്റായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ശരിയാക്കി തരാൻ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവൾക്കത് ശരിയാക്കി കൊടുക്കുകയും വേണമായിരുന്നു. അപ്പോൾ ഇത് ധ്രുക്കുട്ടിയും ചേച്ചിയും കൂടി കണ്ടുപിടിച്ചൊരു കളിയാണ് കേട്ടോ. ലിഫ്റ്റ് പോലെ അതിൽ കളിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ നേരം കളിച്ചു. അപ്പോൾ നമ്മൾ റൂമിൽ മറ്റു കാര്യങ്ങളൊക്കെ ക്ലീനാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളത് ഈ ഒരു ഷെൽഫാണ്. അപ്പോൾ ഈ ഷെൽഫ് ആകെ അലങ്കോലമായിട്ട് കിടക്കാനായിട്ട്. അപ്പോൾ അവിടെ ടോയ്സ്, മെഡിസിൻസിൻ്റെ കുപ്പി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ധ്രുക്കുട്ടിയുടെ കൈയൊന്ന് ആ ഷെൽഫിൽ പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ വലിയ കാര്യമായില്ല. പെട്ടെന്ന് തന്നെ ഞാൻ വാതിൽ തുറന്ന് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അവളെ കുറച്ച് ചീത്ത പറയാണ്ട് കുറേ നേരം ഞാൻ പറയണതിൽ കൈവിടുന്നു. പക്ഷെ ഉപകാരമൊന്നുമില്ല. പിള്ളേരല്ലേ, അവർക്കത് കിട്ടിയാലേ തന്നെ അവർ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് പുതിയ വന്ന സ്നഗ്ഗിയാണ്. അപ്പോൾ അതിൽ കുറച്ച് സ്നഗ്ഗി നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ളൊരു എന്താ പറയുക എളുപ്പത്തിന് ഞാൻ കുറച്ചെണ്ണം ഷെൽഫിലേക്ക് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ബാക്കി പാക്കറ്റ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ ഈ പാക്കറ്റ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ഒരു
ബുദ്ധിമുട്ടല്ല. അപ്പോൾ അത് കാരണം കുറച്ച് സ്നഗ്ഗി ഞാൻ എടുത്ത് ഷെൽഫിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷെൽഫിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. പിന്നെ ബാക്കിയുള്ള ഞാൻ സൂട്ട് കേസിൽ ഇപ്പോൾ ഇത്തിരി തുണികളൊക്കെ കുറവാണ്. കുറച്ചൊക്കെ ഞാൻ ഇവിടെ തലമേലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതിലേക്ക് എടുത്തിട്ട് അതൊന്ന് അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ചില്ലെങ്കിൽ ഈ ഇതിരുക്കുട്ടി വന്നിട്ട് അതിൻ്റെ ഇടയിൽ കയാൽ പെടലാണ് എപ്പോഴും പരിപാടിയിട്ടാണ്. അങ്ങനെ ഇതാ കഴിഞ്ഞു. പിന്നെ ഇതാ ഇവിടെ കുറേ ഈ ഇതിനെന്തോ മാജിക് സ്ലേറ്റ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതെന്നും വാങ്ങിക്കഴിഞ്ഞതിൻ്റെ ഒപ്പം ഒരു പെന്ന് കിട്ടും. ഈ പെന്നിൻ്റെ ആ ഒരു ടിപ്പ് പോയി കഴിഞ്ഞ് പിന്നെ അതുകൊണ്ട് വെച്ച് വരയ്ക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഓൾറെഡി ഒന്ന് ധ്രുവക്കുട്ടിയുടെ ആയിരുന്നു. അപ്പോൾ ധ്രുവക്കുട്ടിയുടെ കണ്ട് ജാൻവിക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ രണ്ടിൻ്റെയും പേനയുടെ ആ ഒരു ടിപ്പ് പോയി. അപ്പോൾ അത് കാരണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതങ്ങനെ അവിടെ ഞാൻ മാറ്റി വെച്ചിട്ട് അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അത് മാറ്റി വെച്ചു. പിന്നെ മങ്കി ക്യാപ്പൊക്കെ വളരെ അത്യാവശ്യമാണ്. കാരണം ഭയങ്കര തണുപ്പാണ്. ഈ ഒരു റീസെൻ്റായിട്ട് 2-3 ഡേയ്സ് നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ തണുപ്പതിന് ഇത്തിരി കുറവൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ മങ്കി ക്യാപ്പ് എന്തായാലും നിർബന്ധമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കടലാസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ധ്രുവക്കുട്ടി എന്തോ പേഴ്സിൽ നിന്ന് വലിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ തിരിച്ച് പേഴ്സിലേക്ക് തന്നെ വെച്ചു. പിന്നെ കുറച്ച് ബുക്സും കാര്യങ്ങളും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നേരം പോകണമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നേരം ബുക്ക് വേണം. അപ്പോൾ അതിൽ കുറേ പെയിൻറ്റ് ചെയ്യാനും കളറിങ് ബുക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ പിള്ളേർക്ക് കൊടുക്കും. അപ്പോൾ അതൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താണ്. പിന്നെ ഇതിവിടെ ഒരു സ്വാമിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തു. അപ്പോൾ ഇവിടെ വോയിസ് ഓവർ കൊടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം വണ്ടികളും കുറേ സൗണ്ടുകളാണ്. തൊട്ടടുത്ത് കുറേ ബിൽഡിങ്സ് ഒരുമിച്ചല്ലേ. അപ്പോൾ അത് കാരണം വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഇടയിലും കുറേ വണ്ടികളും കാര്യങ്ങളും പോകുന്ന കാരണം ചിലപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ അതിൻ്റെ. അപ്പോൾ നമ്മുടെ ഷെൽഫ് ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളിതിന് ബാക്കി ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ അതാ ഇവിടെ ഇത്രയും നേരം അവൾ മാറ്റ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം അതൊരു ഭാഗത്ത് അടക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കളിയൊക്കെ മതിയാക്കിയിട്ട് ആശാത്തി പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അതൊരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഇവിടെ ഒരു പായുണ്ട്. അപ്പോൾ പായയുടെ അപ്പുറത്തേക്കാക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വലിയ ബൗൺസ് ചെയ്യണ ഒരു ബോളുണ്ട് കേട്ടോ. ജാൻവിയുടെയാണ്. അപ്പോൾ അവൾ നല്ല രീതിയിൽ ബൗൺസ് ചെയ്ത് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് നിറച്ച് വരച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ ധ്രുവക്കുട്ടി വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഭാഗത്ത് നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിങ്ങനെ ചില പ്രശ്നങ്ങൾ, അതായത് ചില സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് ഒരു കറക്റ്റായിട്ട് കിടക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാരണം ആ ബെഡ്ഷീറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഞാൻ. അങ്ങനെ അവിടുത്തെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിലമൊക്കെ ഒന്ന് അടിച്ച് പോയി. നിലത്ത് പിന്നെ അധികം പൊടികളും കാര്യങ്ങളില്ല. ഇപ്പോൾ ഞാൻ ഈ താഴത്ത് വലിച്ചിട്ടിട്ടുള്ള കടലാസുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ റൂം എപ്പോഴും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുകയാണെങ്കിൽ ഒപ്പം തന്നെ ഞാൻ മൊത്തം വീടും അടിച്ച് വാരി വൃത്തിയാക്കട്ടെ. എന്തായാലും അടിച്ച് പോയല്ല, അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇവിടുത്തെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കവേഴ്സൊക്കെ നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. ഇവിടെ വേസ്റ്റൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് കവേഴ്സ് അത്യാവശ്യമാണ്. അപ്പോൾ അത് കാരണം കവറുകളൊന്നും നമ്മളങ്ങനെ വേസ്റ്റ് ആക്കാറില്ല, അതൊക്കെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ റൂം ക്ലീനായിട്ട് കാണുന്നൊരു സുഖം, ഒരു വല്ലാത്ത സുഖം തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റൂം എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റായിട്ട്, അതായത് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കുകയാണെങ്കിൽ നമ്മൾ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നല്ല രീതിയിൽ എല്ലാം നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്യൂട്ട് കേസും ബാഗൊക്കെ എനിക്കിവിടുന്ന് മാറ്റി വെക്കണമെന്നുണ്ട്. പക്ഷേ സ്ഥലം വേറെ ഇല്ല, നമുക്ക് ഇവിടെ തന്നെ വെച്ചേ പറ്റൂ. അപ്പോൾ നമ്മുടെ റൂമെല്ലാം നീറ്റായി ക്ലീനായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ എല്ലാം ആയിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് ഇപ്പം നൈറ്റ് ആകാനും പെട്ടെന്നൊന്നും ഇത് വൃത്തികേടാവില്ല, നാളെ രാവിലത്തേക്കിന് വൃത്തികേടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായി. അപ്പോൾ ഇതൊരു ക്വിക്ക് റൂം ക്ലീനിങ് വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.